വൈകുന്നേരം ഒരു 5 മണി 5:30 ആയപ്പോൾ ഞാൻ റൂഫിലേക്ക് വന്നു. അവിടെ വന്ന് ഞാൻ വൈകുന്നേരം എപ്പോഴും ചെക്ക് ചെയ്യും. നമ്മുടെ ജിമ്മൂസ് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ച് വലിച്ച് കീറി അങ്ങനെ പല കുരുത്തക്കേടുണ്ട്. അവൻ അടങ്ങി ഒരിടത്ത് ഇരിക്കത്തില്ല. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകെയാണ്. അങ്ങനെ മാളൂസ് നോക്കുമ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞാൻ എന്നെ വിളിക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മറന്നുപോയെന്ന്. അത് ശരി, പിന്നെ ഇന്നില്ല നാളെ മുതൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൈപ്പൊക്കെ എടുത്ത് നന തുടങ്ങി. കാരണം നമ്മൾ ചെടി വെക്കാൻ ഡെയിലി പിന്നെ നനച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആവും. ഇപ്പോൾ നല്ല ചൂടാണ്, ഇടയിൽ മഴ പെയ്യും. പക്ഷേ ഇടയിൽ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയിലാണ് ചെന്നൈ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഡെയിലിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മണി പ്ലാന്റിൻ്റെ ഇലകളിലും വേരുകളിലും എല്ലാം ആ രീതിയിലാണ് ഞാൻ മണി പ്ലാന്റിനെ നനച്ചെടുക്കുന്നത്. അപ്പോഴാണ് വലിയ വലിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. ഒരു എന്താ പറയുക, ഒരു പച്ചപ്പ് നമുക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ, വീട്ടിൽ ഒരു പച്ചപ്പ് വരികയാണ്. അതുകൊണ്ടാണ് എനിക്ക് മണി പ്ലാന്റിനോട് ഭയങ്കര ഇഷ്ടം. അത് എത്ര കട്ട് ചെയ്തിട്ട് പല പല പാത്രത്തിൽ വെച്ചാലും എനിക്ക് മണി പ്ലാന്റിനോടൊരു എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മണി പ്ലാന്റിൻ്റെ ഇപ്പുറത്ത് ഞാൻ കുറച്ച് കുക്കുംബറിൻ്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അത് 2-3 എണ്ണമൊക്കെ പൊടിച്ചിട്ടുണ്ട്. എത്രത്തോളം എത്തുമെന്നൊന്നും അറിയത്തില്ല. ചില സമയത്ത് അതൊരു ഒരു വിധം ഒന്ന് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നശിച്ചു പോകും. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഉണ്ട്. അപ്പോൾ ഞാൻ ക്യാമറയിൽ നോക്കി ഒന്ന് ശരിയാക്കി എടുത്തതായിരുന്നു. അപ്പോൾ ആ ഭാഗത്തും കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടെ ഞാൻ ആലുവേര ഒക്കെ നട്ടിട്ടുണ്ട്. നമ്മളെ ജിമ്മൂസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉലാത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ഉണ്ട്. അങ്ങ് ലാസ്റ്റ് മണി പ്ലാന്റ് ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ അതും ഒക്കെ നനച്ച് എല്ലാം ഞാൻ ജിമ്മുടെ മുകളിൽ പോകുന്ന വഴിക്ക് ഞാൻ വെള്ളമാക്കിയപ്പോൾ അവന് ദേഷ്യം വന്നു കേട്ടോ. പൈപ്പൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ നോക്കി. പക്ഷേ ഞാൻ എന്നെയും നോക്കുന്നുണ്ട്, മാളൂനെയും നോക്കുന്നുണ്ട്. മാളൂസിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് ഭയങ്കര ബഹളമാണ്, ബഹളമാണ് ചെറുക്കൻ. ഞാനും പറഞ്ഞേ ഓക്കെ 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 നീ എന്നെ തെറി വിളിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇതായിട്ട് നിൽക്കുക. ഞാൻ അവന് എൻ്റെ കയ്യിൽ പൈപ്പണ്. ഞാൻ ഇപ്പോൾ വെള്ളമാക്കുമോ എന്നുള്ള പേടി ആണ്. അവന് ഇഷ്ടമല്ല മുഖത്ത് വെള്ളമാവുന്നത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡ് ഇതാ മണി പ്ലാന്റ് ഇതുപോലെ ഞാൻ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളമാക്കിയതിന് ശേഷം മണി പ്ലാന്റൊക്കെ അങ്ങ് വലിയ ഇലയായി മാറി കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അതിന് ശേഷം അവിടെയൊക്കെ കുറേ പച്ചക്കറി, ബീട്രൂട്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം നനച്ച് ഒക്കെ കഴിയാറായി. അത് കഴിയുമ്പോൾ മാള് പറഞ്ഞത് അവൾ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് താഴോട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ പൈപ്പൊക്കെ ഓഫ് ചെയ്ത് പൈപ്പെല്ലാം ഒന്ന് മടക്കി വയ്ക്കാൻ നോക്കുകയാണ്. കാരണം ഞാൻ അന്നേരം എന്ത് ഇതിലേക്ക് പോയാലും അപ്പം മടക്കി അവിടെ വെച്ചേക്കും. കാരണം പിന്നീട് പിന്നെ അവൻ അവിടെ പൈപ്പ് പിടിച്ച് വലിച്ച് കീറുകയൊക്കെ ചെയ്താൽ പിന്നെ അതും ഒരിതാണ്. അതുകൊണ്ട് ഞാൻ മടക്കി വെക്കും. മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ജിമ്മൂസിന് ദേഷ്യം വന്നാൽ എന്താ ചെയ്യാമെന്നറിയില്ല. അവൾ പോന്നോ അവളെ പറക്കെ ഇവന് ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളമൊക്കെ വീണതല്ലേ ഒന്ന് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ അവന് കിടക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, കുറച്ച് വൃത്തിയായിട്ട് എപ്പോഴും വെച്ചാലേ അവരുടെ ശരീരവും നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ജിമ്മൂസിന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ നല്ല ക്ലീൻ ആക്കി വെക്കും. അങ്ങനെ അവിടെ ഞാൻ തൂത്ത് എല്ലാം ക്ലീൻ ആക്കി. കുറേ ഉണ്ട് കാരണം ഒരുവിധം ഇതെല്ലാം തൂത്ത് വരുമ്പോൾ തന്നെ ഞാൻ ടയേർഡാവും. പക്ഷേ എന്നാലും നമ്മൾ വീട് അത്രയും വൃത്തിയാക്കി എടുക്കുമ്പോൾ ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ മിറ്റമാണല്ലോ. എൻ്റെ മിറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്, റൂഫാണ്. പിന്നെ ഗേറ്റിൻ്റെ പുറത്ത് ഞാൻ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. കാരണം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ പോകുമ്പോൾ പിന്നെയും കച്ചറകളും എല്ലാം ആവും. അപ്പോൾ രാവിലെ ചില സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഗേറ്റിൻ്റെ പുറത്തൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെച്ചേക്കും. പക്ഷെ അത് ഡെയിലി ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തൊരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള കച്ചറകൾ മുഴുവനും വന്ന് മൊത്തം കച്ചറയാവും. അതുകൊണ്ട് പിന്നെ ആ പരിപാടി ഞാനിപ്പം ചെറുതായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത്രയ്ക്ക് വൃത്തികേടായിട്ടിരിക്കുകയാണെങ്കിൽ പോയി ഒന്ന് ക്ലീൻ ചെയ്യും. പക്ഷേ എല്ലാ കാർ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് എല്ലാം ആക്കി വെക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും വിശാലമായിട്ട് ലാവിഷായിട്ട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റൂഫാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള കുറേ കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി. ജിമ്മൂസ് ഒരു
തുണിയെടുത്ത് അത് എടുത്ത് കളിയായിരുന്നു. അതൊക്കെ അവിടെ താഴെയും ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അവൻ തന്നെ, ഞാനിപ്പോൾ ഈ തൂത്ത് വെക്കുന്ന വെറുതെയാണ്, കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ അതും എല്ലാം വലിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അത് ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ എല്ലാം ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കാലിയാക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും പോയി വലിച്ചിട്ട് അത് എടുത്തുകൊണ്ട് വരത്തില്ല. അപ്പോൾ കുറേ ഐഡിയാസ് ഉണ്ട് ഇവിടെ റൂഫിൽ ഓരോന്നൊക്കെ ചെയ്യാനും ഒക്കെ. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പം ഞാൻ ഈ മണി പ്ലാന്റ് ഇങ്ങനെ ആർച്ച് രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരോ ഐഡിയാസും, അത് കുറേ പെയിൻ്റ് അടിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്, ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞു. അങ്ങനെ ജിമ്മൂസിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാന്നിങ്ങനെ അവൻ ഓരോന്നൊക്കെ കളിപ്പിച്ച് ഞാൻ അവൻ്റെ പുറകെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. അപ്പോൾ അവൻ 2 പാവ ഉണ്ട്, ഒരു ചെറിയ പാവക്കുട്ടിയും ഒരു വലിയ പാവക്കുട്ടിയുണ്ട്. ആ പാവക്കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും. അപ്പോൾ അത് വെച്ചിട്ട് അവനെ ഇങ്ങനെ ഞാൻ കളിപ്പിക്കാൻ നോക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് അത് എടുക്കുന്നതിന് എന്നോട് ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിങ്ങനെ അവൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ അവനിങ്ങനെ ഒരു പാവ എടുക്കുമ്പോൾ അത് അവന് വേണം, മറ്റേ പാവ എടുക്കുമ്പോൾ അതും വേണം. അങ്ങനെ അവനെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കുക കുറച്ച് നേരം. ഇതൊരു മൈൻഡ് ഫ്രഷാണ് സത്യം പറഞ്ഞാൽ. അവനുമായിട്ട് കളിക്കുമ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് മനസ്സിൽ. അവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും അവരുടെ കോമാളിത്തരങ്ങളൊക്കെ കാണാനും എനിക്കൊത്തിരി ഇഷ്ടമാണ് അവൻ്റെ കൂടെ കുറേ നേരമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവനത് ആ പാവ എടുക്കാൻ വേണ്ടി ഇങ്ങനെ എന്നെക്കൊള്ള എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നോക്കാം. അവൻ്റെ നോട്ടം കാണുമ്പോൾ ചിലപ്പോൾ പേടിയാവും, കാരണം അവൻ കടിക്കുമോ, പെട്ടെന്നൊക്കെ വന്ന് കൈ കയറി അങ്ങ് കടിക്കും. അത് പാവയെ കടിക്കുന്നതാണ്, അവൻ എന്നെ കടിക്കുന്നതല്ല. പക്ഷേ പാവയൊക്കെ കടിക്കുമ്പോൾ കൈ വിട്ടാൽ ചിലപ്പോൾ നമ്മളെ കയ്യിലായിരിക്കും വന്ന് കൊള്ളുന്നത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് കൈയിൻ്റെ അറ്റത്തൊക്കെ എനിക്ക് അവൻ്റെ പല്ലുകൊണ്ട് കൊണ്ടിട്ടുണ്ട്. കണ്ടോ, അവൻ പെട്ടെന്നായിരിക്കും ദേഹത്ത് കയറുക. പക്ഷെ രസം കേട്ടോ അവൻ്റെ കളി കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു സമയം ഇങ്ങനെ അതും കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അവൻ അത് എന്താ പറയുക, ഒരു രസം അത്ര തന്നെ. അപ്പോൾ അവനോട് കുറച്ച് നേരം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം നടക്കാമെന്ന്, വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ റൗണ്ടിൽ നടക്കുമ്പോൾ എൻ്റെ പുറകെ ഇരുന്ന് നടക്കുക. അപ്പോൾ ശരി എന്നാൽ നീ എൻ്റെ കൂടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തു എന്ന് ഞാനും പറഞ്ഞു. അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് നേരം, എൻ്റെ കാലൊക്കെ നല്ല വേദനയാണ്, അപ്പോൾ കുറച്ച് നേരം നടക്കുമ്പോൾ കാലിന് നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതൊക്കെ ഉള്ളൂ നമുക്ക് വർക്കൗട്ട് എന്നൊക്കെ പറയാനുള്ളത്. നമ്മളെ ശരീരം നമ്മൾ തന്നെ നോക്കണം. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് വീണ് പോയാൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, കാരണം നമ്മളാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പം മോൾക്കായാലും ഭയങ്കര വിഷമമായിരിക്കും, അവളുടെ കാര്യങ്ങളെല്ലാം ഇതാവും. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് കാലമായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറേ കാര്യങ്ങൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടുകൊടുക്കുക, അങ്ങ് വിട്ടേക്കും ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ ചെറിയ വേദന വന്ന ഡോക്ടറെ കാണിക്കാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഗൂഗിളിലൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് കാലിൻ്റെ പാദം ഭയങ്കര വേദനയാണ് തറയിലൊക്കെ കുത്തുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, നമ്മളെ മൈൻഡും ഫ്രഷാണ്. അപ്പം ഞാൻ ശരിക്കും കുറച്ചൊരു 8 വരച്ചിട്ട് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ 2 കൈയും വീശിയൊന്ന് നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഹെൽത്തിക്ക് നല്ലതാണ്. അവൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക ഞാൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവന് കളിക്കണം, ഞാൻ നടക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഈവനിങ് കുറച്ചുകൂടെ സമയം നടക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നടന്നൊക്കെ മാളൂസ് ഇതുവരെ താഴെ പോയിട്ട് മുകളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ താഴോട്ടേക്ക് പോകും. അങ്ങനെ ഒരുവിധം നടന്നൊക്കെ കഴിഞ്ഞപ്പം തുണിയൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങി. അപ്പോൾ അതെല്ലാം എടുത്ത് ഇനി തുണി അടുത്ത് ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനെല്ലാം എടുത്ത് ഇനിയിപ്പോൾ അതെടുത്ത് ഞാൻ ഒരു കസേരയിൽ വെച്ചതിന് ശേഷം അടുത്ത തുണി ഇടാനുണ്ട്. വാഷിംഗ് മെഷീനിൽ തുണി കിടപ്പുണ്ട്. അത് വാഷിംഗ് മെഷീന് ഞാൻ മുകളിലാണ് വെച്ചിരിക്കുന്നത്, കാരണം അതെൻ്റെ സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. കാരണം ഇവിടെ തന്നെ എല്ലാം വാഷ് ചെയ്ത് ഇവിടെ തന്നെ തുണിയൊക്കെ ഇടാം, മഴയായാലും എനിക്ക് പ്രശ്നമില്ല, നനയത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമാണ്, എല്ലാ കാര്യങ്ങളും എളുപ്പമാണ് ചെയ്യാൻ.
അങ്ങനെ ഞാൻ തുണികളെല്ലാം എടുത്തൊന്ന് അവിടെയുള്ളൊരു കസേരയിൽ തൽക്കാലം വെച്ചു. ഇനി വാഷിംഗ് മെഷീനിൽ കുറേ തുണി കിടപ്പുണ്ട്, അത് വാഷ് ആയി കഴിഞ്ഞ് കാണുമെന്ന് നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ പോയി. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശരി, എന്നാൽ അതും കൂടെ വിരിച്ച് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം 2 പേരും, ഹസ്ബൻഡും ഓഫീസിൽ പോകുന്നു, മോളും കോളേജിൽ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകളെല്ലാം ഒരുപാട് കഴുകാനുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടിലെ ഡ്രസ്സ് ഒക്കെ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അലക്കി തീരില്ല. പിന്നെ ഇസ്തിരി ഇടൽ ഒരു ജോലിയാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സ്, ഹസ്ബൻഡിൻ്റെ ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ അലക്കി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവിടെ ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ മഴ പെയ്താലും എനിക്കത് ഓടി വന്നെടുക്കേണ്ട കാര്യമില്ല, നനയത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇട്ടേക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ താഴോട്ട് കൊണ്ടുപോവുള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കരമായി ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ അപ്പുറത്തുനിന്ന് വെള്ളം തെറിച്ച് വരും. ആ സമയത്ത് മാത്രം എല്ലാം എടുത്തുകൊണ്ട് താഴെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സുകളും എല്ലാം ബാക്കി എല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡ്രസ്സുകളും വിരിച്ചു കഴിഞ്ഞു. ഇത് തന്നെ ഒരു വലിയ ജോലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല എന്ന് പറയുക, ഇവിടെ ജോലിയില്ല, ഇഷ്ടം പോലെ ജോലിയാണ്. ഓരോന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം നേരമേ ഉണ്ടാവില്ല തിരിഞ്ഞ് നിൽക്കാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് എല്ലാ ഡ്രസ്സുകളും ഞാൻ ഇനി അലക്കിയ ഇന്നത്തെ ജോലി അങ്ങനെ കഴിഞ്ഞ്. ഇനി ബാക്കിയൊക്കെ നാളെയാണ്. അങ്ങനെ ഞാൻ അവനെ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ജിമ്മൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ അതുകൊണ്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അവനെ കൂടുതലൊന്നും കെട്ടിപ്പിടിക്കരുത്, അതവന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒത്തിരി കൊഞ്ചിക്കഴിഞ്ഞാൽ പിന്നെ അവനങ്ങ് മസ്തി കൂടും കേട്ടോ. പിന്നെ അവൻ ഭയങ്കര കളിയൊക്കെയാണ്. അങ്ങനെ ആ ജോലി അങ്ങനെ ഇവിടെ കണ്ണാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാമറയിൽ വന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ജട പിടിച്ചിരിക്കുക, അത്രയ്ക്കും കെട്ടൊക്കെ വന്നു. അപ്പോൾ ശരി, എല്ലാം എടുത്തൊന്ന് മുടി, ഇവിടെ ആകുമ്പോൾ മുടി വീണാൽ കുഴപ്പമില്ലല്ലോ. മുടി ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് പെട്ടെന്ന് കൊഴിച്ചില്ല. പിന്നെ ചെന്നൈയിലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മളുടെ മുടി ശരിക്കും പറഞ്ഞാൽ ഡാമേജായി. എങ്കിൽ പോലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല. ഞാൻ അത്രയും കെയർ ചെയ്തിട്ടാണ് ഇത്രയ്ക്കൊക്കെ മുടി നിർത്തുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ട് ആ ഒരു ജടയൊക്കെ മാറ്റി ഇനി എനിക്ക് പോയി ഒന്ന് കുളിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ മുടിയുടെ ഇതൊക്കെ മാറ്റിയിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ എളുപ്പം ജോലികളെല്ലാം ഒന്ന് ഒതുങ്ങും. അപ്പോൾ നല്ലോണം കട്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ മുടിയൊക്കെ കുറച്ച് വളരാൻ തുടങ്ങി. ഞാൻ അത്രയ്ക്കും കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ താഴോട്ട് പോവുകയാണ്. എല്ലായിടത്തും ഞാൻ താഴോട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ജിമ്മൂസ് ഇങ്ങോട്ട് വരാതിരിക്കാൻ ക്യാരം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഹാളിലെത്തി. തുണികളെല്ലാം എവിടെ വയ്ക്കും എന്ന് വെച്ചാൽ ശരി, ആ റൂമിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ അതൊരു ഒരു ജോലിയാണ്, എല്ലാം മടക്കി വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ കയ്യും കാലും മുഖവും എല്ലാം കഴുകി ഫേസ് ഒന്ന് ഡള്ളായ പോലെ തോന്നി. അങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ട്, ഞാൻ ലോട്ടസിൻ്റെ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പാട് മുഖത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് മുഖത്ത് പാട് വരിക എന്നുള്ളത്. ശരീരത്തിൽ എവിടെ വന്നാലും നമുക്കതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ മുഖത്ത് വന്നു കഴിഞ്ഞാൽ ഈ കറുപ്പ് പാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയില്ല. കാരണം നമ്മളെ ഫേസല്ലേ എല്ലാവരും കാണുന്നത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര നാണക്കേട് മാതിരിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് കെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫേസ് ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോട്ടസിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം അതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്, അതിൻ്റെ സ്മെല്ലും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ മുഖമെല്ലാം നന്നായിട്ട് കഴുകി, കാരണം ഞാൻ സോപ്പ് മുഖത്ത് തേക്കത്തില്ല. അതുകൊണ്ട് കുളിക്കുന്നതിൻ്റെ മുന്നേ മുഖമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പോയി കുളിക്കും. അങ്ങനെ മുഖമെല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നീട് വന്നിട്ട് ഫേസിൽ മോയ്സ്ചറിങ്ങും സെറവും ക്രീമും ഒക്കെ ഒന്ന് വരട്ടെ. അതിൽ ഞാൻ ലോട്ടസിൻ്റെ ആണ് ഇപ്പം കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ആശ്വാസം. കാരണം ജോലിയൊക്കെ ചെയ്താൽ അങ്ങ് വേർക്കും, അങ്ങ് നല്ല ചൂടാകും. ചെന്നൈയിലെ കാലാവസ്ഥ വല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് മഴയായിരിക്കും, പിറ്റേ ദിവസം ചൂടായിരിക്കും, പിന്നെ 2-3 ദിവസം ഭയങ്കര മഴയായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ മുടി നന്നായിട്ട് ഞാൻ തോർത്തി ഒന്ന് കെട്ടിയെടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത്. കാരണം നമ്മൾ കുളിച്ച പാടൊക്കെയാണ് മുടി നന്നായിട്ട് കൊഴിയും. അപ്പോൾ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചീവിയതിന് ശേഷം പിന്നെ അത്ര കൊഴിയില്ല. പക്ഷേ നമ്മൾ കുളിച്ച പാടൊക്കെ മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി കൊഴിയും. പിന്നെ അത് നമ്മളറിയത്തില്ല, ഭക്ഷണത്തിലൊക്കെ പിന്നെ പറന്നു വരും.
അതുകൊണ്ട് അടുക്കളയിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞാൻ പാത്രം കഴുകി വെച്ച് മുകളിലേക്ക് പോയാൽ പിന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇട്ടിട്ട് പോയതെല്ലാം. അപ്പോൾ അതൊക്കെ വന്ന് എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് ഒതുക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ തുടയ്ക്കാനും ഉണ്ട്. എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിന്നറിന് നമുക്ക് എളുപ്പമാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം ക്ലീനിങ്ങും എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നു. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ അടുത്തതുണ്ടാവും. അങ്ങനെ അതും എല്ലാം ക്ലീൻ ചെയ്ത് ഒരുവിധം എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഡിന്നറിനേക്കുള്ള പരിപാടികൾ കുറേ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഞാനിവിടെ പൈപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും വെറുതെ പൈപ്പ് തുറന്നു വെച്ച് എന്തിനാന്ന്? അങ്ങനെയല്ല, പാത്രം കഴുകി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ പൈപ്പ് തുറന്നിട്ടേക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് നമ്മൾ കഴുകിയ വേസ്റ്റുകളെല്ലാം പോകുമ്പോൾ അത് കുറച്ച് ദൂരമായിരിക്കും നമ്മളെ പൈപ്പുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടം വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് തുറന്നിടുകയാണെങ്കിൽ ഈ ബ്ലോക്കാവുന്ന സംഭവങ്ങൾ കുറച്ച് കുറയും. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.